CMC സിസ്റ്റേഴ്സിന്റെ നേതൃത്വത്തിൽ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ കീഴിൽ ഇത്തിത്താനത്ത് പ്രവർത്തിക്കുന്ന സ്പെഷ്യൽ സ്കൂളാണ് ആശാഭവൻ. ആശാഭവനെ കുറിച്ച് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളൊരു വാർത്ത ചെയ്തിരുന്നു. ഏതാണ്ട് 52 വർഷത്തോളം കാലമായി ഭിന്നശേഷിക്കാരായ അനേകം മക്കളെ സൗജന്യമായി പഠിപ്പിക്കുവാനും അവരെ ശുശ്രൂഷിക്കുവാനും ആശാഭവൻ മുന്നിലുണ്ട്. കഴിഞ്ഞ ദിവസം സൂക്ഷ്മം പറഞ്ഞാൽ ഫെബ്രുവരി മാസം 12-ാം തീയതി സ്വന്തമായ ഒരു സ്പോർട്സ് സോൺ ഉണ്ടാവുക എന്ന അവരുടെ സ്വപ്നം യാഥാർത്ഥ്യമായി. ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപ്പൊലീത്തമാർ തോമസ് തറയിൽ അതിന്റെ വെഞ്ചരിപ്പും സമർപ്പണവും നടത്തി. ഈ കാര്യങ്ങൾ പറഞ്ഞുള്ളൊരു വീഡിയോ നമ്മൾ തന്നെ ചെയ്തിരുന്നു. അന്ന് നമ്മൾ ആ വീഡിയോ ചെയ്യുമ്പോൾ പറഞ്ഞിരുന്നു ആശാഭവനെ കുറിച്ച് വിശദമായൊരു വീഡിയോ പിന്നാലെ വരുന്നുണ്ടെന്ന്. തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ മുഴുവനായും കാണണം. ഭിന്നശേഷിക്കാരായ മക്കളെ ചേർത്ത് നിർത്താൻ ആശാഭവൻ ഇവിടെ ഒരുക്കിയിരിക്കുന്ന വിവിധ തരം കാര്യങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോ. എങ്ങനെയാണ് അത് കുട്ടികൾക്ക് പ്രയോജനപ്പെടുന്നതെന്നും കുട്ടികൾക്കായി ഇവിടെ ഒരുക്കിയിരിക്കുന്ന വിവിധ തരം തെറാപ്പികളെ കുറിച്ചും അവ കുട്ടികൾക്ക് എങ്ങനെ ഉപകാരപ്രദമാവുന്നു എന്നതിനെ കുറിച്ചുമാണ് ഈ വീഡിയോ. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. പ്രിൻസിപ്പളായിട്ടുള്ള ജൂലിയറ്റ് സിസ്റ്റർ നമ്മളോടൊപ്പം ഉണ്ട്. സിസ്റ്റർ നമ്മളോട് വിശേഷങ്ങൾ പങ്കുവയ്ക്കും. സിസ്റ്ററെ, ചങ്ങനാശ്ശേരി അതിരൂപത 1973 ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വേണ്ടി സ്ഥാപിച്ച ആദ്യ സ്ഥാപനമാണ് ആശാഭവൻ. ഇവിടെ 1500ഓളം കുട്ടികൾ പഠിച്ചിറങ്ങിയിട്ടുണ്ട്. അവർ പലരും വിദേശത്തും വിവാഹം കഴിച്ചും അതോടൊപ്പം തന്നെ മറ്റു പല സംരംഭങ്ങളിലും ഏർപ്പെട്ടിരിക്കുന്നവരാണ് ആ മക്കളെല്ലാവരും. ഇവിടെ വൊക്കേഷണൽ ട്രെയിനിങ് ഉണ്ട്. അതോടൊപ്പം തന്നെ കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയിട്ട് 4 വയസ്സ് മുതൽ 18 വയസ്സുള്ള കുട്ടികൾക്ക് തെറാപ്പി സൗകര്യങ്ങളുണ്ട്. ഓക്യുപേഷണൽ തെറാപ്പിയുണ്ട്, സ്പീച്ച് തെറാപ്പിയുണ്ട്, സെൻസറി തെറാപ്പിയുണ്ട്. പിന്നെ അതോടൊപ്പം ഡാൻസ്, സ്പോർട്സ്, മ്യൂസിക്, അവരെ എങ്ങനെ സമൂഹത്തിലേക്ക് പ്രബുദ്ധരാക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. 4 വയസ്സ് മുതൽ 50 വയസ്സുള്ള കുട്ടികളുണ്ട് ഇവിടെ പഠിക്കുന്നുണ്ട്. ഇവിടെ സേവനം അനുഷ്ഠിക്കുന്നവർ ഏകദേശം എത്ര പേരുണ്ടാവും? ഇവിടെ ടീച്ചേഴ്സായിട്ട് 10 പേരും പിന്നെ നോൺ ടീച്ചേഴ്സ് സ്റ്റാഫായിട്ട് 15 പേരുമുണ്ട്. ഇപ്പോൾ പുതിയ ആ ഒരു സംരംഭത്തെ കുറിച്ചും സ്പോർട്സിന്റെ കാര്യങ്ങളെ കുറിച്ചും കുട്ടികൾക്ക് മനസ്സിനും ശരീരത്തിനും ഒക്കെ ഏറ്റവും വലുതാണല്ലോ സ്പോർട്സ് എന്ന് പറയുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ പുതിയൊരു സംരംഭമാണ് സ്പോർട്സിൻ്റെ ബാഡ്മിൻ്റന്, ഫുട്ബോള്, വോളിബോള്, ബാസ്കറ്റ് ബോള്, ഇവയെല്ലാം കുട്ടികളെ കൂടുതൽ സമൂഹത്തിന് മുഖ്യധാരയിൽ എത്തുവാനും പിന്നെ അതോടൊപ്പം തന്നെ അവർക്ക് കൂടുതൽ കായികമായ ബലവും ശക്തിയും ഒക്കെ ലഭിച്ചുകൊണ്ട് നല്ല പൗരന്മാരായി വളരുവാനും വേണ്ട എല്ലാ സംരംഭങ്ങളും നമ്മുടെ ഇവിടെ ഉണ്ട്. ഞങ്ങളുടെ ഒത്തിരിയേറെ സ്വപ്നമായിരുന്നു. കാരണം കുട്ടികൾക്ക് ഞങ്ങൾ പലപ്പോഴും SB കോളേജിലും SB ഹൈസ്കൂളിലും ഒക്കെ വെച്ചാണ് പിള്ളേരെ സ്പോർട്സിൻ്റെത് ഇതെല്ലാം ചെയ്യിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ ഒരു ചെറിയൊരു സ്പോർട്സ് സെൻറ്റർ വന്നതിൽ ഒത്തിരിയേറെ സന്തോഷമുണ്ട്. അപ്പോൾ കൂടുതൽ പരിശീലനം നമുക്ക് ഇവിടെ തന്നെ കൊടുക്കാൻ പറ്റുമല്ലോ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇപ്പൊ കൂടാതെ അലങ്കാര മത്സ്യങ്ങളുടെ കാര്യങ്ങളും പറഞ്ഞല്ലോ, അതിനെക്കുറിച്ച് കുട്ടികൾക്ക് നമ്മുടെ സെൻസറി തെറാപ്പിയുടെ ശരിക്കും ഒരു വകഭേദമാണ് അലങ്കാര മത്സ്യങ്ങൾ. അപ്പോൾ ഇങ്ങനെ അലങ്കാര മത്സ്യങ്ങൾ പല നിറത്തിലും പല തരത്തിലുമുള്ള മത്സ്യങ്ങൾ. അപ്പോൾ അവരുടെ വരവും പോക്കും ഒക്കെ കാണുമ്പോൾ കുട്ടികൾ കൂടുതൽ അറ്റൻഷൻ ഉണ്ടാകുകയും ചെയ്യും. പിന്നെ അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് സാമ്പത്തികമായ കുറച്ച് ഏണിങ്ങും ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അലങ്കാര മത്സ്യങ്ങൾ വളർത്താൻ തുടങ്ങിയിരിക്കുന്നത്. കുട്ടികളുമായിട്ട് ഇടപെടുന്നതുകൊണ്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട് പലർക്കും യന്ത്രങ്ങളോടൊക്കെ നല്ല താല്പര്യമുണ്ട്. കാരണം നമ്മളിവിടെ പണിക്കാരൊക്കെ വരുന്ന സമയത്ത് പിള്ളേർ അവർ മുറിക്കുന്ന ഇങ്ങനെ വെൽഡ് ചെയ്യുന്ന കാര്യങ്ങൾ നോക്കാറുണ്ട്. അത് കറക്റ്റായിട്ട് അവർ പറയുന്ന ഇലക്ട്രീഷ്യന്മാർ വരുമ്പോൾ അവർ ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഇന്നോവേഷൻ സെൻറ്റർ പുതിയതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. കാരണം അതെല്ലാം കറണ്ട് അല്ലാത്ത രീതിയിൽ പ്രവർത്തിപ്പിക്കുന്ന ഉപകരണങ്ങൾ. ഫിസിയോതെറാപ്പി കൂടുതൽ ഉപയോഗിക്കുന്ന CP കുട്ടികൾക്കാണ്. അവർക്ക് കൂടുതൽ അവരുടെ കൈകൾക്ക് മസിൽസിനും ഒക്കെ നല്ലൊരു ബലം കിട്ടാനും പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ ഇങ്ങനെ ഓരോ എക്സസൈസ് ഫിസിയോതെറാപ്പി ചെയ്യുന്നത് വഴി നമ്മുടെ ശരീരത്തിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ വരും. പിന്നെ നമ്മൾ സ്റ്റിഫായ നമ്മുടെ ബോഡിയെ കുറച്ചും കൂടെയും സ്റ്റിഫ്നെസ് കുറച്ച് നമുക്ക് കൂടുതൽ ആയാസത്തോടെ നമ്മുടെ കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യാനൊക്കെ സഹായിക്കും. ശരീരത്തിനും മനസ്സിനും ആത്മാവിനും ഒക്കെ നല്ല ഒരു തെറാപ്പിയാണ് ഫിസിയോതെറാപ്പി. കൂടുതലും ഉപയോഗിക്കുന്ന കൊച്ചു കുട്ടികൾക്കാണ് ഏറ്റവും നല്ലത് ഫിസിയോതെറാപ്പി. 4 വയസ്സ് മുതൽ ഒരു 15 വയസ്സുള്ള കുട്ടികൾക്ക് ഏറ്റവും നല്ലത്. അവർക്ക് CP കുട്ടികളാണെങ്കിലോ പിന്നെ അതോടൊപ്പം തന്നെ നമ്മളിങ്ങനെ ബോഡി സ്റ്റിഫായിട്ടുള്ള കുട്ടികളാണ് അവർക്കൊക്കെ ഈ ഫിസിയോതെറാപ്പിയിലൂടെ അവരുടെ ബോഡിയെ നല്ല ഒരു ഗുഡ് പോസ്ചറൊക്കെ വരുത്താൻ സഹായിക്കും. ഇത് ഓക്യുപേഷണൽ തെറാപ്പി റൂമാണ്.
ആണ്. ഇത് ഒരു കുട്ടി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഡെയിലി ലൈഫ് നയിക്കാൻ വേണ്ടി ആ കുട്ടിയെ സഹായിക്കുക എന്നാണ് ഓക്യുപേഷണൽ തെറാപ്പി വഴി. സ്വയം കാര്യങ്ങൾ ചെയ്യാൻ, അന്ന് സ്വയം ഓപ്പറേഷൻസ് ചെയ്യാം. ഈ മൂവ്മെൻറ്റ്സ് ഒക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന വഴി അതിന് ഫൈൻ മോട്ടോർ ആക്ടിവിറ്റി നന്നായിട്ട് ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഇത് ബോഡിയുടെ ഓൾ മൂവ്മെൻറ്റ്സ് ഇങ്ങനെ ചാടുമ്പോഴേ, കുട്ടികൾ ഇങ്ങനെ ചാടുമ്പോൾ അവർക്ക് തന്നെ അവരുടെ ബാലൻസിങ് ഒക്കെ നന്നായി ഉണ്ടാകും. ശരിക്കും പറഞ്ഞാൽ ഓക്യുപേഷണൽ തെറാപ്പി വഴി ഒരു കുട്ടി സോഷ്യലായിട്ടും കൊഗ്നിറ്റീവായിട്ടും ബുദ്ധിപരമായിട്ടും ഒക്കെ ഒത്തിരിയേറെ അറിവുകൾ സമ്പാദിക്കാൻ സാധിക്കും. ശരിക്കും പറഞ്ഞാൽ ഒരു കലയോടൊപ്പം തന്നെ ഇതിനകത്ത് കാര്യമുണ്ട്. കണ്ടോ, ഇതിങ്ങനെ ഇടുമ്പം കണ്ടോ, ഇത് പിടിക്കാനും കണ്ടോ, ഒന്ന് കുനിയാന്, നിവരാന്, ഇടാന്, കണ്ടോ. ഇത് സൗണ്ട് ബോക്സ് ആണ്. ഈ സൗണ്ട് ബോക്സിനകത്ത് 6 ടിന്നുകളുണ്ട്. അപ്പം 6 ടിന്നുകളിൽ വ്യത്യസ്തമായ സൗണ്ടുകളാണ്. ഇപ്പം ഇതിൻ്റെ സൗണ്ട് വ്യത്യസ്തമാണ്. ഇതിൻ്റെ കുറച്ചുകൂടി ഒരു മുത്തിൻ്റെ സൗണ്ട് ഉണ്ട്. ഇത് ശരിക്കും നമ്മളെ ഈ കടുകൊക്കെ ഇല്ല, അങ്ങനെ സൗണ്ട്, പല സൗണ്ടുകളുണ്ട്. അപ്പം കുട്ടികൾക്ക് ഈ സൗണ്ടുകൾ ശ്രദ്ധിക്കാനും അതോടൊപ്പം തന്നെ ഏത് സൗണ്ടാണെന്നുള്ള ശ്രദ്ധിച്ച് മനസ്സിലാക്കാനും സാധിക്കും. ഇന്നത്തെ കുട്ടികൾക്ക് അറ്റൻഷൻ ഡെഫിസിറ്റ് കൂടുതലാണ്. അപ്പം ആ അറ്റൻഷൻ ഡെഫിസിറ്റ് ഉള്ള കുട്ടികൾക്ക് അവർക്ക് കൂടുതൽ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അതോടൊപ്പം തന്നെ അവരുടെ ഇത് ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണും കൈയും ഒരുപോലെ പോകണം. അപ്പം ഐ ഹാൻഡ് കോർഡിനേഷൻ നന്നായിട്ട് വേണം. അപ്പം കുട്ടികൾ ഇതിങ്ങനെ ഈ മുത്ത് കറക്റ്റ് ഈ കണ്ണിൻ്റെ അവിടെ കൊണ്ടുപോകും. അപ്പോൾ അതിൻ്റെ വഴി എങ്ങനെയൊക്കെയാണ്, അതിൻ്റെ വല്ല ബ്ലോക്ക് ഉണ്ടോ എന്നൊക്കെ ശ്രദ്ധിച്ച് കറക്റ്റായിട്ട് ആ കണ്ണിൻ്റെ അവിടെ തന്നെ കൊണ്ടുവെക്കാൻ സാധിക്കും. ഈ ബോക്സിലൂടെ കുട്ടികൾ അക്ഷരമാലകളാണ്. വലിയക്ഷരമുണ്ട്, ചെറിയ അക്ഷരമുണ്ട്. ഇപ്പം നമ്മൾ കുട്ടിയോട് പറയാണ് ഒരു ABCD സ്മോൾ ലെറ്റർ അല്ല ചെറിയ അക്ഷരത്തിൽ ഒരു മാല ഉണ്ടാക്കാൻ പറയുവാണെങ്കിൽ കുട്ടികൾ ആദ്യം A എടുക്കുക, B എടുക്കുക. അപ്പം ചെറിയ അക്ഷരമാണെങ്കിൽ കുട്ടികൾ ആ ചെറിയ അക്ഷരത്തിൻ്റെ എടുത്ത് ഇങ്ങനെ കോർക്കാൻ പഠിക്കും. ശരിക്കും പറഞ്ഞാൽ ഇത് ഇങ്ങനെ കോർക്കുന്ന വഴി കുട്ടികളുടെ കോൺസെൻട്രേഷൻ ഒത്തിരി വർദ്ധിക്കും. അവർ വളരെ ശ്രദ്ധയോടെ ഇങ്ങനെ നോക്കി നല്ല ശ്രദ്ധയോടെ ഇത് കയറ്റുകയും അതോടൊപ്പം തന്നെ ഇപ്പോൾ സ്മോൾ ലെറ്റർ ആണെങ്കിൽ ആ സ്മോൾ ലെറ്ററിൻ്റെ അനുസരിച്ച് കുട്ടികൾ നിൽക്കും. പിന്നെ ഈ കുട്ടികൾക്ക് ഏറ്റവും എളുപ്പം ഇംഗ്ലീഷ് പഠിക്കാനാണ്. അപ്പം നമ്മൾ കുറച്ചും കൂടെ ഇംഗ്ലീഷിലുള്ള വേർഡ്സ് പഠിപ്പിക്കുകയാണെങ്കിൽ ഓട്ടിസം പോലുള്ള കുട്ടികൾ പെട്ടെന്ന് പഠിക്കും. ഇത് നമ്മുടെ കുട്ടികളെ കൊണ്ട് സ്മൂത്ത്, റഫ്, ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ളത് എന്താണ്, ഇച്ചിരിയുടെ ഹാർഡ് ആയിട്ടുള്ളത് എന്താണ്, പിന്നെ അതിലും ഇച്ചിരിയുടെ സോഫ്റ്റ് ആയിട്ടുള്ളത് എന്താണ്. അപ്പം ഇതിലൂടെ കുട്ടികളെ ഓരോന്ന് ടച്ച് ചെയ്ത് കുട്ടികൾ പഠിക്കും. ബട്ടൺ എടുക്കാനും, അപ്പം ഇതിലൂടെ ബട്ടൺ എടുത്തു ബട്ടൺ ഇടാനും. അപ്പം കുട്ടിക്ക് ശരിക്കും പറഞ്ഞാൽ അവൻ്റെ ഫൈൻ മോട്ടോർ ആക്ടിവിറ്റി നന്നായിട്ട് ഉണ്ടാകും. ഇപ്പോൾ എവിടെയെങ്കിലും ഒരു സാഹചര്യത്തിൽ പോവുകയാണെങ്കിൽ അവൻ സ്വന്തമായി അവൻ്റെ ഇൻഡിപെൻഡൻ്റ് ലൈഫിലേക്ക് അവനെ തന്നെ നയിക്കുകയാണ്. വ്യത്യസ്ത രീതിയിലുള്ള പല തെറാപ്പി എക്യുപ്മെൻറ്റ്സുകളും ഉണ്ട്. ഇത് സ്പീച്ച് തെറാപ്പി റൂമാണ്. ഈ മുറിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പുറത്തുള്ള സൗണ്ടുകളൊന്നും കേൾക്കാതിരിക്കുന്ന ഒരു മുറിയായിരിക്കണം. പിന്നെ അതോടൊപ്പം കുട്ടികൾക്ക് ഒത്തിരി ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഉണ്ടാകരുത്. ഇപ്പോൾ ഒത്തിരി കൊച്ചു കുട്ടികൾക്ക് സ്പീച്ച് ഇല്ലാത്തവരാണ്. അപ്പോൾ അവർ ടീച്ചർ കൊണ്ടുവന്ന് ഓരോ ആക്ടിവിറ്റിയൊക്കെ ചെയ്യിപ്പിച്ച് ആ ലിപ് മൂവ്മെൻറ്റ്സ് വഴി, പിന്നെ അതോടൊപ്പം തന്നെ പല ഒബ്ജക്ട്സുകളും കാർഡുകളും ഒക്കെ കാണിച്ച് അനുദിന ജീവിതത്തിൽ ആ കുട്ടി പറയാൻ പറ്റുന്ന ചെറിയ ചെറിയ വേർഡ്സുകളൊക്കെ പറയിപ്പിച്ച് ആ കുട്ടിയെ കൂടുതൽ കണ്ടിന്യൂസ് ആയിട്ട് വേർഡ്സ് പറയിപ്പിക്കാനും അനുദിന ജീവിതത്തിൽ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ പറയാനും സഹായിക്കും. ആശിഷേ, ആന എടുത്ത ആന എടുത്ത് തന്നെ. ഏതാ ആന? ഗുഡ്. ശരി, കൈ കൊട്ടിക്കേ. കണ്ടോ കൊച്ചു ചെയ്തോണ്ട് കൈ കൊട്ടിക്കേ. ക്ലാപ്പ്, കൈ കൊട്ടി. ഗുഡ് ബോയ് കേട്ടോ. സംസാരത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർക്ക് എടുക്കുന്ന തെറാപ്പിയാണ് സ്പീച്ച് തെറാപ്പി. നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസ്, നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ, അങ്ങനെ എന്തെങ്കിലും രീതിയിൽ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് അവരെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അക്ഷരങ്ങൾക്ക് വൈകല്യം പറയാൻ ബുദ്ധിമുട്ടുള്ളവർക്കും ഒക്കെ സ്പീച്ച് തെറാപ്പി എടുക്കുമെങ്കിലും ഡൗൺ സിൻഡ്രോം അതുപോലെ ബുദ്ധി വൈകല്യം ഒക്കെയുള്ള കുട്ടികൾക്ക് അവരുടെ ജീവിതത്തിൽ എന്നും വേണ്ട കാര്യങ്ങളെങ്കിലും മറ്റുള്ളവരെ എക്സ്പ്രസ് ചെയ്ത് അറിയിക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിനായിട്ടുള്ള എയിം. സ്പീച്ച് തെറാപ്പിയിലൂടെ ഒത്തിരി കുട്ടികൾക്ക് നല്ലൊരു ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട് ഇവിടെ തന്നെ.
ഇത് സെൻസറി തെറാപ്പി റൂമാണ്. ഇത് സെൻസറി ഓർഗൻസ് എന്ന് പറയും, പഞ്ചേന്ദ്രിയങ്ങൾ, ത്വക്ക്, നാക്ക്, ഹിയറിങ്ങിൻ്റെ, പിന്നെ ടാക്ടൈല്, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സ്റ്റിമുലേഷന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് കളർ കൺസെപ്റ്റ് അവരുടെ ഐ കോണ്ടാക്റ്റ് വർദ്ധിപ്പിക്കാനായിട്ട് ഉപയോഗിക്കും. പിന്നെ ടാക്ടൈലായിട്ടുള്ളത് നമ്മുടെ ത്വക്കിൻ്റെ ഇതിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് സൗണ്ട് സിസ്റ്റം ഉണ്ട് ഇതിനകത്ത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പം കേൾവിയുടെ ഇതിനകത്തൊരു സ്മെല്ല് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ സ്മെല്ലിൻ്റെ ഇതിനാണ്. പിന്നെ എക്സസൈസുകൾ, ഇതിലൂടെ എല്ലാം പിള്ളേരുടെ ഈ പഞ്ചേന്ദ്രിയങ്ങൾക്ക് സ്റ്റിമുലേഷൻ കിട്ടുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ ഒന്ന് പരിചയപ്പെടുത്താമോ? ഇത് ഫിംഗറിൻ്റെ, നമ്മുടെ ഈ സ്മോൾ വിരലുകളുടെ എക്സസൈസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം ഇങ്ങനെ ഇവർക്ക് കടക്കെടുക്കുകയും ചെയ്യുമ്പോൾ, അതുപോലെ കളർ കൺസെപ്റ്റ്, കളറ് കിട്ടുമല്ലോ, 3 കളറുണ്ട്. അപ്പോൾ ആ കളറിൻ്റെ കൺസെപ്റ്റ് കിട്ടും. ഇത് പിള്ളേർക്ക് ടാക്ടൈലിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് ചവിട്ടുമ്പോൾ ഇത് ഈ കളറിന്, അപ്പം പിള്ളേർ ഇത് ശ്രദ്ധിക്കും, ഇതിൻ്റെ കളറ് അവർക്ക് കിട്ടും. അതുപോലെ ടച്ചിൻ്റെ ഇത് ഒരു ടാക്ടൈല്, ഇത് വേറെ ടാക്ടൈല്. അപ്പോൾ അങ്ങനെയുള്ള ഡിഫറൻസ് മനസ്സിലാക്കാനായിട്ടൊക്കെ സഹായിക്കുന്നതാണ്. ഡൗൺ സിൻഡ്രോം കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് മോട്ടിവേഷൻസ് കുറവാണ്. ഇതിലെല്ലാം കൂടി ആക്ടിവിറ്റി ആകുമ്പോഴത്തേക്ക് അവർ കൂടുതൽ സ്റ്റിമുലേറ്റ് ചെയ്യും, കൂടുതൽ ആക്റ്റീവ് ആകുകയും ചെയ്യും. ഇതും ആ ഒരു പർപ്പസ് തന്നെയാണ്. ഇതെല്ലാം അങ്ങനെ തന്നെയുള്ളതാണ്. ഇത് മുഴുവനായി അങ്ങനെയുള്ളതാണ്. ഈ കളർ കൺസെപ്റ്റ് ടാക്ടൈലിന് വേണ്ടിയിട്ടുള്ള, അതിനകത്തൂടെ എക്സസൈസ് ചെയ്യാനായിട്ട് പിള്ളേർ ഇതിനകത്ത് കയറി ഇറങ്ങുമ്പോഴത്തേക്ക് അവരുടെ ബോഡിക്ക് മൊത്തം മൂവ്മെൻറ്റ്സ് കിട്ടും. അപ്പം അതിനുവേണ്ടി ഉപയോഗിക്കുന്നതാണിത്. ഇതെന്ന് പറഞ്ഞാൽ ഇതിൽ കയറാനായിട്ട് ചവിട്ടി കയറാനുള്ള ഒരു എക്സസൈസാണ്. ഇതുവഴി വരുമ്പോൾ ഫിസിക്കലായിട്ട് മൊത്തം മൂവ്മെൻറ്റ്സ് ഉണ്ടാകുകയാണ്. അപ്പോൾ ഇതുവഴി ചവിട്ടി കയറി മുകളിൽ ചെല്ലുന്നു. അപ്പോൾ ഇതിങ്ങനെ ഇത് വലിക്കാനും, അപ്പോൾ എല്ലാ ജോയിൻസിനും എക്സസൈസ് കിട്ടുകയാണ് ചെയ്യുന്നത്. ഇവരെ സംബന്ധിച്ച് ഒരു ആക്റ്റീവ് ആകുകയല്ല, ഇവർക്ക് മോട്ടിവേഷൻസ് കുറവാണ്. അപ്പോൾ ഇങ്ങനെ എക്സസൈസിലൂടെ ഇവരെ മോട്ടിവേറ്റ് ചെയ്യുകയാണ്. ഇത് ബോളിനകത്താണേലും ഫിസിക്കലി പ്രോബ്ലംസ് ഉള്ള കുട്ടികൾ, കൈക്കും ഫിംഗേഴ്സിനും ഒക്കെ ബുദ്ധിമുട്ടുള്ള കുട്ടികൾ ഈ ബോൾ ഇതിനകത്ത് ഇട്ട് കഴിയുമ്പോൾ അവരിങ്ങനെ ഉയരാൻ നോക്കുമ്പോൾ അവരുടെ മസിൽസ് എല്ലാം സ്ട്രെങ്തൻ ചെയ്യുകയാണ്. അതിനുവേണ്ടി ഉപയോഗിക്കുന്നു. അപ്പോൾ ഒരു കൊച്ചിനെ അതിനകത്തോട്ട് കടത്തിയാൽ അവളിങ്ങനെ ഈ കളർ കാണുമ്പോൾ തന്നെ അവർക്ക് അട്രാക്ഷനാണ്. അപ്പോൾ അങ്ങനെ ഇറക്കാൻ തോന്നും. ബോളാകുമ്പോൾ എല്ലാവർക്കും കളിക്കാൻ ഇഷ്ടമാണ്, അങ്ങനെ ചെയ്യും. അപ്പോൾ അതിങ്ങനെ എടുക്കുകയും വിളിക്കുകയും ചെയ്യുമ്പോൾ അവരുടെ ബോഡിക്ക് മൊത്തം മൂവ്മെൻറ്റ്സ് കിട്ടും. ബോളിനകത്ത് കടക്കും. ഇതിനകത്ത് കടത്തിയാണ് ചെയ്യുന്നത്. സ്പോഞ്ചല്ല, ഇത് പ്ലാസ്റ്റിക്കിൻ്റെ തന്നെ ബോളാണ്. സ്പോഞ്ച് ഉപയോഗിക്കും, ഇതിങ്ങനത്തെ ഉപയോഗിക്കും. ഇവിടുത്തെ ഇത്രയേ ഉള്ളൂ അല്ലേ? ഇത് സെൻസറി തെറാപ്പിക്ക് വേണ്ടിയിട്ടുള്ള റൂംസ്. ഇതിനകത്തോട് ഇങ്ങനെ ഫിഷൊക്കെ ഓടി നടക്കുന്ന കളറൊക്കെ ഉണ്ടായിരുന്നു, ലൈറ്റും. അപ്പം ഐ കോണ്ടാക്റ്റിനും അതിനൊക്കെ വേണ്ടി സഹായിക്കാനായിട്ടുള്ളത്. ഈ കുഞ്ഞുങ്ങൾക്ക് ദൈവം ഒത്തിരിയേറെ കഴിവുകൾ കൊടുത്തിട്ടുണ്ട്. ആ കഴിവുകൾ കണ്ടെത്തി വളർത്തുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തം. ചിലപ്പോൾ ദൈവം നമുക്ക് ബുദ്ധിയും പണവും ഒക്കെ തന്നത് ഇല്ലാത്തവർ കൂടി ഉപയോഗിക്കാനാണ്. അതുകൊണ്ട് നമ്മുടെ കഴിവുകളും നമ്മുടെ പണവും ഈ കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക. സമൂഹത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിലുള്ളവൻ ഉയരുമ്പോഴാണ് ആ സമൂഹം തന്നെ വലുതാകുന്നത്. അതുകൊണ്ട് നമ്മളും മറ്റുള്ളവർ കരുണയും സ്നേഹവും കാണിക്കുക. ആരെയും നിന്ദിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്താതെ അവരിൽ ദൈവം ഒരു കഴിവ് കൊടുത്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കി അവരെ സ്നേഹിക്കാൻ ശ്രമിക്കുക. 52 വർഷം മുമ്പ് ഭിന്നശേഷിക്കാരായ മക്കളെ ചേർത്ത് നിർത്തണമെന്നും അവർക്ക് വേണ്ട കരുതൽ നൽകണമെന്നും ഒരു തോന്നൽ ഉണ്ടാവുക എന്നാൽ അത് ചെറിയ കാര്യമല്ല. അന്ന് തെരഞ്ഞെടുത്ത ഈ ശുശ്രൂഷ മേഖല വർഷങ്ങൾക്കിപ്പുറവും ഇപ്പോഴും തുടർന്ന് കൊണ്ടുപോവുക എന്നാൽ അതിൽ പരം നന്മ വേറെയില്ല. തുടർന്നും ആശാഭവൻ അനേകം മക്കൾക്ക് കൈത്താങ്ങായി തങ്ങളുടെ ശുശ്രൂഷ മേഖലയിൽ മുന്നിലുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ദൈവത്തിന് സ്തുതി.